തമാശ എന്ന ഉഗ്രൻ സിനിമ സംവിധാനം ചെയ്ത അഷ്റഫ് ഹംസയുടെ രണ്ടാമത്തെ സിനിമ. ചെമ്പൻ വിനോദ് തിരക്കഥ എഴുതുന്നു, ആഷിഖ് അബു പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവരൊക്കെ ഒത്തുകൂടുമ്പോൾ നല്ല ഒരു സിനിമ കാണാമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ സിനിമയ്ക്ക് കയറുന്നത്. ഈ സിനിമ ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്നാലും സിനിമ പറയാൻ ഉദ്ദേശിച്ച മെസ്സേജ് വളരെ മികച്ചതായി നിൽക്കുന്നുണ്ട്. കാലങ്ങളായി വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്ക് വീതിയുള്ള ഒരു കാറ് പോകാൻ പാകത്തിലുള്ള ഒരു റോഡ് വേണം. പക്ഷേ പലരും സ്ഥലം നൽകാൻ വിമുഖത കാണിക്കുന്നുണ്ട്. അതിലൊരാൾ ഈ അവസരം മുതലെടുത്ത് കാശാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് റോഡിൻ്റെ പണി തീർത്ത് വഴി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഭീമൻ. ഇതാണ് സിനിമ പറയുന്ന പ്രധാന പ്ലോട്ട്. നമ്മുടെ നാടുകളിൽ വഴിത്തർക്കങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്തിന് പല സ്ഥലങ്ങളിലും കൂട്ടത്തല്ല് വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു നാടിന് വികസനമാകും വിധം ഒരു സംരംഭം വരാൻ നിൽക്കുമ്പോൾ അത് തടയാനും മാർഗതടസ്സം സൃഷ്ടിക്കാനും നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. ആ ആളുകളെയൊക്കെ സ്മരിച്ചുകൊണ്ടാണ് ഈ സിനിമ കഥ പറയുന്നത്. കൂടാതെ ഡൗറി, എക്സ്ട്രാ മെരിച്വൽ അഫയേഴ്സ്, ഓപ്പൺ റിലേഷൻഷിപ്പ്, ഇങ്ങനെ പല കാര്യങ്ങളും സിനിമയിൽ കടന്നു പോകുന്നുണ്ട്. സെക്സ് വിത്ത് ആൽക്കഹോള്, സെക്സ് വിത്ത് ലവ്, ഇതിൻ്റെ വേർതിരിവൊക്കെ സിനിമ പറയാതെ പറയുന്നുണ്ട്. ഭീമൻ്റെ ഈ റോള് ചെയ്തിരിക്കുന്നത് കുഞ്ചാക്കോ ബോബനാണ്. പുള്ളിയുടെ പതിവ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ റോളാണ് ഈ സിനിമയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഒരു പ്ലേ ബോയാണ് ഭീമൻ. നോ ഇമോഷൻ ഓൺലി സ്പോർട്സ് എന്ന് കഥാപാത്രം സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രണയത്തിനും ഇമോഷനും ഉപരിയായി സെക്സിന് പ്രാധാന്യം നൽകുന്ന ആളാണ് ഭീമൻ. പക്ഷേ സിനിമ പ്രധാനമായി സംസാരിക്കുന്നത് ഇതൊന്നുമല്ല കേട്ടോ. ഭീമൻ എന്ന ഈ കഥാപാത്രത്തിന് ഒരു ഡെപ്ത് ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി. കഥാപാത്രത്തിന് ഒരു പൂർണ്ണത ഇല്ലാത്തതുപോലെ. ഇത് പല കഥാപാത്രങ്ങൾക്കും സംഭവങ്ങൾക്കും ഒരു പൂർണ്ണതയില്ലാത്തതുപോലെ തോന്നുന്നുണ്ട്. ചില വിഷയങ്ങളൊക്കെ സംവിധായകൻ എന്താണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാകാതെ പോകുന്നുണ്ട്. സിനിമയിലെ ലോജിക്കിന് ഞാൻ പരിശോധിക്കുന്നില്ല, പക്ഷേ കഥാപാത്രങ്ങൾക്ക് പൂർണ്ണത നൽകുന്നതിൽ സംവിധായകൻ പരാജയപ്പെട്ടതായി എനിക്ക് തോന്നി. ഇതിലെടുത്തു പറയാനുള്ളത് ജിനു ജോസഫിൻ്റെ പ്രകടനമാണ്. പുള്ളി അത് അസാധ്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ സീനാണെങ്കിലും കുറേ കാലത്തിന് ശേഷം സുരാജ് നമ്മളെ ചിരിപ്പിച്ചു. ഒന്നോ രണ്ടോ സീനുകളിൽ ആണെങ്കിലും സുരാജ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ചിരിപ്പിച്ചപ്പോൾ സന്തോഷം തോന്നി. അദ്ദേഹത്തിന് കിട്ടിയ റോള് അദ്ദേഹം ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ചെമ്പൻ വിനോദിൻ്റെ റോള് വളരെ മിസ്റ്ററിയാണ്. ആരാണ് അയാൾ, എന്താണ് അയാൾ എന്നുള്ളത് സംവിധായകൻ കൃത്യമായി പറഞ്ഞിട്ടില്ല. എങ്കിലും ആ പ്രണയരംഗങ്ങളൊക്കെ അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. മഹാഭാരതത്തിലെ ചില റെഫറൻസ് ഈ സിനിമകളിൽ കാണാൻ സാധിക്കും. മഹാഭാരതത്തിലെ ഭീമൻ ബലശാലിയാണ് എങ്കിൽ ഇവിടെ തന്ത്രശാലിയായ ഭീമനാണ്. അതുപോലെ സുരാജിൻ്റെ കഥാപാത്രം ധർമ്മപുത്രനായി സാമ്യമുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ റെഫറൻസ് കാണാൻ സാധിക്കും. ഈ സിനിമ ക്വാളിറ്റി കൊണ്ടും മേക്കിംഗ് കൊണ്ടും മുന്നിട്ട് നിൽക്കുന്നു. പക്ഷേ അവിടെ ഇവിടെയൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ സിനിമ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. ഒരു ആവറേജ് ഫീൽ ഗുഡ് കോമഡി എൻ്റർടൈനറായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. പക്ഷേ മലയാള സിനിമയിൽ ചില പൊളിച്ചെഴുതലുകൾ ഈ സിനിമയിൽ ഉള്ളതുകൊണ്ട് അതൊരു പുതിയ അനുഭവം സൃഷ്ടിക്കുന്നുണ്ട്. മറ്റൊന്നും നോക്കാതെ 2 മണിക്കൂർ ഭീമൻ്റെ ആ ഗ്രാമത്തിലെ യാത്രക്കാരാകും വിധം ചിന്തിക്കാതെ ചിരിപ്പിച്ചുകൊണ്ട് കൊച്ചു ഫീൽ കൂടി ചിത്രമാണ് ഭീമൻ്റെ വഴി. തീർച്ചയായും ഫാമിലിയുമൊത്ത് തിയേറ്ററിൽ കാണാൻ കഴിയുന്ന ചിത്രം. ന്യൂസ് ഡെസ്ക് റീൽ ഇന്ത്യ വിഷൻ.